ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനാ മോഡലിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നൊരു കാര്യമാണ്, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ, പ്രൈസ് ദി ലോർഡ്, ദുഷ്ടനിൽ ഞങ്ങളെ വിടുവിക്കണമേ. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പോരാട്ടമെന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഭക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, വസ്ത്രത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, ഒരു ജോലിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, ഉപജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പലരും വളരെ ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ കടന്നു വന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി കടന്ന് ഇവിടെ അന്വേഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ പല നിലകളിലും നാം ഒത്തിരി പോരാട്ടങ്ങളുടെ നടുവിലാണ്. സാമ്പത്തികമായി തകർച്ചകൾ അനുഭവിക്കുന്ന മേഖലകളുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ഒത്തിരി പോരടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി ക്ഷീണിപ്പിക്കുന്ന മേഖലയുണ്ട്, ശാരീരികമായി നമ്മൾ ഒത്തിരി ബലഹീനപ്പെടുന്ന മണ്ഡലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഇതൊന്നും ഒരു പോരാട്ടമല്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അത് അതിൻ്റെതായ ക്ഷീണങ്ങളും ബലഹീനതകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുവെങ്കിലും മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളാണ്, ടെംപ്ടേഷൻസ്. ഈ ലോകത്തിൽ നമ്മെ ആത്മീയമായി തകർക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ളതാണ് പ്രലോഭനങ്ങൾ, പരീക്ഷകൾ. മലയാളത്തിൽ അത് എഴുതിയിരിക്കുമ്പോൾ പരീക്ഷകൾ എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷിൽ ടെംപ്ടേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഡു നോട്ട് ലീഡ് അസ് ഇൻ ടു ടെംപ്ടേഷൻ ബട്ട് ഡെലിവർ അസ് ഫ്രം ഈവിൾ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു പദം ആൻഡ് ഡു നോട്ട് ലീഡ് അസ് ടു ടെംപ്ടേഷൻ എന്ന് പറഞ്ഞാൽ മുൻപ് പറഞ്ഞ പല കാര്യങ്ങളോട് ചേർന്ന് പറയുകയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോടും ക്ഷമിക്കണമേ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ആൻഡ് ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടനിൽ ഞങ്ങളെ വിടുവിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം കർത്താവിലാണ് എന്ന ആ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. കാരണം കർത്താവാണ് നമ്മെ ലീഡ് ചെയ്യുന്നത്, കർത്താവാണ് നമ്മെ നയിക്കുന്നത്. ഡു നോട്ട് ലീഡ് അസ് ഇൻ ടു ടെംപ്ടേഷൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതവും കർത്താവാണ് നിയന്ത്രിക്കുന്നതെന്ന് ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നത്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അയക്കുമോ? ഡു ഗോഡ് ലീഡ് അസ് ഇൻ ടു ടെംപ്ടേഷൻ? നിനക്ക് ഒരു പരീക്ഷ വരുന്നുണ്ട്, നിനക്കൊരു ടെംപ്ടേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ദൈവം നമ്മെ പരീക്ഷിക്കുമോ? യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം ഒരിക്കലും നമ്മെ ദോഷം കൊണ്ട് പരീക്ഷിക്കത്തില്ല, നമ്മെ ദുഷ്ടങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാനായിട്ട് ഡിറക്റ്റ് ചെയ്യത്തില്ല. പാപത്തിലേക്ക് നീ ഒന്ന് പോയി നോക്കിക്കേ എന്ന് പറഞ്ഞ് ദൈവം ഒരിക്കലും നമ്മെ പാപത്തിലേക്ക് തള്ളിവിടുന്നില്ല, പാപത്തിലേക്ക് നമ്മെ മനഃപൂർവ്വമായിട്ട് നമ്മെ നയിക്കുന്നില്ല. അപ്പോൾ ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദോഷം കൊണ്ട് പരീക്ഷിക്കുകയോ പാപം കൊണ്ട് പരീക്ഷിക്കുകയോ പാപം നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുകയോ ഒന്നും ദൈവം ചെയ്യുന്നില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൻ്റെ ചില ക്രോസ് റോഡുകളിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെതായ ചില ഇടനാഴികളിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ നേരെ വരുന്നതായ പല അനുഭവങ്ങളും നമ്മുടെ നേരെ വരുന്നതായ പല ജീവിത സാഹചര്യങ്ങളും ഒരുപക്ഷെ നമ്മെ പാപത്തിലേക്കോ, ഒരുപക്ഷെ നമ്മെ തെറ്റിലേക്കോ, ഒരുപക്ഷെ നമ്മെ പരീക്ഷയിലേക്കോ കടത്തിവിടാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഒരിക്കലും നമ്മെ പാപം ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ നോക്കി കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തെയോ പിശാചിനെയോ നോക്കി നമ്മൾ പറയും, നീ എൻ്റെ ജീവിതത്തിൽ വലിയ അപരാധമാണ് ചെയ്തത്. ഏദൻ തോട്ടത്തിൽ ഹവ്വ ദമ്പതികൾ പാപം ചെയ്തപ്പോൾ ആദാം വന്ന് ദൈവത്തോട് പറഞ്ഞ പദം എന്താണ്? നീ എനിക്ക് കൂട്ടായി തന്ന എൻ്റെ കുട്ടാളി അല്ലെങ്കിൽ ഹവ്വ എന്ത് ചെയ്തു? എന്നെ ചതിച്ചപ്പം അതിൻ്റെ കാരണക്കാരൻ വരെ ദൈവമാണെന്നാണ് പറയുന്നത്, അല്ലേ? നീ എനിക്ക് തന്ന ആള്. സോ ദിസ് ഓൾ റെസ്പോൺസിബിലിറ്റി ബിലോങ്സ് ടു യു. നീയാണ് ഇതിനെല്ലാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവം ദോഷം വെച്ചുകൊണ്ട് പരീക്ഷിക്കുന്ന ദൈവമല്ല, പാപം ചെയ്യാനായിട്ട് നമ്മെ ഹേമിക്കുന്ന ഒരു ദൈവമല്ല. മറിച്ച് പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൽ പല
പല യാത്രകളിൽ, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ക്രോസ് റോഡുകളിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനായി വരും. ആ പരീക്ഷകളിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ തലം തന്നെ താറുമാറാകുവാനായിട്ട് ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ജീവിതത്തിൽ പല പരീക്ഷാ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടക്കേണ്ടി വരും. എന്നാൽ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ നാം വീണു പോകാതെ കർത്താവിൻ്റെ സന്നിധി നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന, കർത്താവേ, എൻ്റെ പ്രാർത്ഥന ഇതാണ്, എൻ്റെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് പാപം ചെയ്യത്തക്ക നിലയിൽ, അല്ലെങ്കിൽ എനിക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തക്ക നിലയിൽ ദൈവമേ എന്നെ പരീക്ഷകളിലേക്ക് കടത്തിവിടല്ലേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, എനിക്ക് തന്നെ ഹല്ലേലൂയ അവോയ്ഡ് ചെയ്യാൻ കഴിയാത്തതായ, എൻ്റെ ശക്തി കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്തതായ ഒരു മണ്ഡലത്തിലേക്ക് എന്നെ വിടരുതെന്ന് ഒരു പ്രാർത്ഥിക്കുന്ന ദൈവവേദൽ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഈ പരീക്ഷകൾ, ടെംപ്ടേഷൻസ് എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ മറ്റാരിൽ നിന്നുമല്ല വരുന്നത്, നമ്മളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഒരു വാക്യം ഒന്ന് വായിക്കാം നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി. യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, 13-14 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആ ആ ആ ആ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ട ആകുന്നു പരീക്ഷിക്കപ്പെടുന്നത്. സ്വന്തം മോഹത്താൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാചിനെയും കുറ്റം പറയേണ്ട കാര്യമില്ല. പണ്ടൊരിക്കൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, ഉദാഹരണമായി കഥയായിട്ട് പറഞ്ഞതാണ്. ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒരാൾ കൺവെൻഷൻ കേൾക്കാൻ വേണ്ടി ഒരു കിണറിൻ്റെ തിട്ടയ്ക്ക് വന്ന് ഇരിക്കുക. അപ്പം ആൾ കൂടുതലായതുകൊണ്ട് കസാര ഒന്നും കിട്ടാഞ്ഞുകൊണ്ട് ഈ കെട്ടിയിട്ട കിണറിൻ്റെ ഒരു വോളയിൽ കയറി ഇങ്ങനെ ഇരുന്ന് പ്രസംഗം കേട്ടോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പിശാച് തൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സഹോദര, ആ കിണറിൻ്റെ ആ വക്കത്തു നിന്നൊന്ന് മാറിയിരിക്കണം. പ്രൈസ് നീ അങ്ങാണ് ഉറങ്ങി അതിനകത്ത് വീണാൽ അതിൻ്റെ കുറ്റം മുതൽ ആൾക്കാർ പറയും ഞാൻ ആ വീഴ്ത്തിയെന്ന് പറയും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ വന്നിട്ടില്ല, അതുകൊണ്ട് നീ ആ ദയവ് ചെയ്ത് ആ കിണറിൻ്റെ വക്കത്തൊന്ന് മാറി, അഥവാ നീ അതിനകത്ത് വീണാൽ അതിൻ്റെ കുറ്റവും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, വഹിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളൊന്നും എല്ലാം പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ചില പ്രൈസ് ദി ലോർഡ് വശീകരണ മനോഭാവങ്ങൾ, അനുഭവങ്ങളാണ് നമുക്ക് പരീക്ഷകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കട്ടെ, കർത്താവെ, പ്രൊട്ടക്റ്റഡ് ഗാർഡ് മൈ ഹാർട്ട്, എൻ്റെ ജീവിതത്തെയും എൻ്റെ ഹൃദയത്തെയും നീ ഒന്ന് നിയന്ത്രിക്കണമേ. ഹല്ലേലൂയ. എന്നെ ഈ പരീക്ഷകളിലേക്ക് പോകാതിരിക്കാനായി എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണമെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളാണ് പല പരീക്ഷകളും പ്രലോഭനങ്ങളും പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പണ്ടൊരിക്കൽ 2 സന്യാസിമാർ, കേട്ടോണം, 2 സന്യാസിമാർ ഹല്ലേലൂയ ഒരു വഴിയിലൂടെ നടന്ന് ഒരു നദി ക്രോസ് ചെയ്ത് നടന്ന് അക്കരയ്ക്ക് പോകാനായിട്ട് ഒരുമ്പെട്ട് നദിയുടെ കരയിൽ വന്ന് നിൽക്കുകയാണ് 2 സന്യാസിമാർ. പ്രൈസ് ദി ലോർഡ്. മങ്സ്. പ്രൈസ് ദി ലോർഡ്. അവർ വന്നിട്ട് ആ നദിയുടെ കരയിൽ വന്ന് നിന്നിട്ട് അപ്പുറം കടക്കാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു യുവതിയായ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി അവിടെ വന്ന് ഈ നദി തന്നെ കടക്കാൻ വേണ്ടി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ ഈ നദി അപ്പുറത്ത് കടക്കണമെന്ന് കടന്നു പോകണമെന്ന് അറിയാതെ വളരെ നിരാശപ്പെട്ട നദിയുടെ കരയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സന്യാസിമാരിൽ ഒരാൾ പറഞ്ഞു, നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ആ യുവതിയെ തൻ്റെ തോളിൽ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, താൻ ആ നദിയിലൂടെ നടന്ന് അപ്പുറത്ത് ചെന്ന് അക്കരെ കരയിൽ ആ യുവതിയെ ഇറക്കി വിടുന്നു. ഈ 2 സന്യാസിമാരെന്ത് ചെയ്യുന്നു, മുന്നോട്ട് നടന്ന് പോവുകയാണ്. കുറച്ചു നേരം മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ഈ മറ്റേ ഈ സന്യാസിയോട് ചോദിച്ചു, സഹോദര, നമ്മുടെ സന്യാസ വ്രതത്തിൽ ഒരു കാര്യമുണ്ടല്ലോ, അന്യ സ്ത്രീകളെ സ്പർശിക്കുകയോ അവരുടെ അടുക്കൽ പോവുകയോ അവരുമായിട്ട് ഇടപെടുകയോ ചെയ്യരുതെന്ന് നിനക്കറിയാവുന്നൊരു വിഷയമല്ലേ, പിന്നെ നീ എന്തിനാണ് അവളെ നിൻ്റെ തോളിൽ എടുത്തു വെച്ചുകൊണ്ട് അക്കരെ കൊണ്ട് ഇറക്കി വിട്ടത്? അപ്പോൾ മറ്റേ സന്യാസി പറഞ്ഞു, വാസ്തവത്തിൽ ഞാൻ ആ യുവതിയെ ആ കരയിൽ ഇറക്കി വിട്ടപ്പോൾ അവിടെ ആ യുവതി ഇറങ്ങിപ്പോയി, പക്ഷെ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ യുവതി കയറി ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ കരയ്ക്ക് വെച്ച് തന്നെ അത് വിട്ടു, അത് കഴിഞ്ഞ് ആ കഥ അവിടെ സ്റ്റോപ്പായി. എന്നാൽ നീ ഇത്രയും നേരം അത് ആലോചിച്ച് നിൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യാണ്,
ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ എന്ത് ചെയ്യുന്നു? നമ്മെ പരീക്ഷകളിലേക്ക് വിടും. പ്രൈസ് ദി ലോർഡ്. ഒരു സന്യാസി അതൊരാൾക്കൊരു സഹായം ചെയ്തു, അവിടെ കൊണ്ട് അവത് അവസാനിച്ചു. മറ്റേയാൾ ഇങ്ങനെ അതും ചിന്തിച്ചോണ്ട്, എന്നാൽ ഇവൻ അങ്ങനെ ചെയ്തല്ലോ, എന്നാൽ ഇവൻ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്, ഇതൊന്നും ഇവൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വാസ്തവത്തിൽ ഈ പരീക്ഷയിൽ അകപ്പെട്ടു പോയത് ആരാണ്? ഈ രണ്ടാമത്തെ ആളാണ് അകപ്പെട്ടു പോയത്. കാരണം അവൻ്റെ ഹൃദയം, അവൻ്റെ മനോഭാവം, ഹല്ലേലൂയ, അവനെ പല നിലകളിലുള്ള ചിന്തകളിലേക്ക് നയിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രികാലവും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ചിന്തകൾ അതെല്ലാം നമ്മെ ദോഷത്തിലേക്കും പരീക്ഷകളിലേക്കും ടെംപ്ടേഷനിലേക്കും നമ്മെ എത്തിക്കുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഡു നോട്ട് ലീഡ് us to such kind of temptation. ഇങ്ങനെയുള്ള പരീക്ഷകളിലേക്ക് എന്നെ വഴുതി വിടരുത്. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥനയുടെ ഒരു പ്രോഗ്രസ് നോക്കിക്കേ. ആദ്യം പറഞ്ഞത് ഹല്ലേലൂയ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഫോർഗീവ് us. ഹല്ലേലൂയ. പിന്നീട് പറഞ്ഞത് ഇന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഒന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായത് ഞങ്ങളോട് ക്ഷമിക്കണമേ. രണ്ടാമത് പറഞ്ഞത് ഇന്നത്തേക്ക് വേണ്ടിയുള്ളത് എനിക്ക് തരണമേ. എന്നാൽ അടുത്തത് പറയുന്നത് നാളത്തേക്ക് വേണ്ടിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദോഷങ്ങളാൽ അല്ലെങ്കിൽ പരീക്ഷകളിലേക്ക് ഞങ്ങളെ കടത്തിവിടരുത്. കർത്താവ് നമ്മെ ഒരിക്കലും ദോഷങ്ങളിലേക്കും പരീക്ഷകളിലേക്കും കടത്തിവിടുന്ന ദൈവമല്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും തലത്തിൽ ഈ പരീക്ഷകളിലൂടെ കടക്കേണ്ടി വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇതിൻ്റെ ശക്തി വലിയതാണ്. ഈ പരീക്ഷയുടെ ശക്തി വലിയതാണ്. ദ പവർ ഓഫ് ടെംപ്ടേഷൻ ഈസ് സംതിങ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. മേ ബി ഇറ്റ് ഈസ് പ്രോൺ ടു ഫെയിലിയർ. നമ്മുടെ ജീവിതം പരാജയപ്പെടാനും സാധ്യതയുള്ളതാണ്. ഈ പിശാചിന് നന്നായിട്ട് നമ്മുടെ ബലഹീനത എന്താണെന്നറിയാം. Devil easily knows what are our shortcomings. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് ഹല്ലേലൂയ പിശാചിന് നന്നായിട്ട് അറിയാം. എവിടെ തൊട്ടാൽ നമ്മെ പിടിക്കാൻ പറ്റുമെന്ന് പിശാചിനറിയാം. പ്രൈസ് ദി ലോർഡ്. എവിടെ സ്പർശിച്ചാൽ ഹല്ലേലൂയ നമ്മെ പിടിക്കാൻ പറ്റുമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ഈ ബലഹീനത തിരിച്ചറിയാതെ, നമ്മുടെ ഈ ബലഹീന മണ്ഡലത്തെ തിരിച്ചറിയാൻ കഴിയാതെ പലപ്പോഴും ഹല്ലേലൂയ പല പരീക്ഷകളിലും നമ്മൾ അകപ്പെട്ടു പോകാറുണ്ട്. വി മേ ബി ടെംപ്റ്റഡ് ബൈ അവർ ഓൺ ഫോളൻ നേച്ചർ. നമ്മുടെ തന്നെ ബലഹീനതയിൽ ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവസഭയായി, ദൈവമക്കളായി, വിശുദ്ധ ഗണമായി, ഹല്ലേലൂയ, വിശുദ്ധരായി, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്നവരായി നാം നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ബലഹീന മണ്ഡലങ്ങളുണ്ട്. അത് മുതലെടുക്കുവാൻ പിശാച് കടന്നു വരും. അത് മുതലെടുക്കുവാൻ പലപ്പോഴും പിശാച് കടന്നു വരും. അതുകൊണ്ട് എൻ്റെ ഫോളൻ നേച്ചർ എന്താണ്, എൻ്റെ ബലഹീനത എന്താണ്, എൻ്റെ പരിമിതി എന്താണ്, എൻ്റെ ന്യൂനത എന്താണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവിടെയെല്ലാം പിശാചിന് ഹല്ലേലൂയ പ്രവർത്തിക്കാനുള്ള ഇടമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ബലഹീനത നമുക്ക് തിരിച്ചറിയണമെന്നില്ല, നമ്മുടെ പോരായ്മ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിശാചിന് നന്നായിട്ടറിയാം എവിടെ തൊട്ടാൽ ഈ വ്യക്തിയെ വീക്കാക്കാൻ പറ്റും, എവിടെ പിടിച്ചാൽ ഈ വ്യക്തിയെ ഹല്ലേലൂയ നിരാശപ്പെടുത്താൻ പറ്റും, എവിടെ തൊട്ടാൽ ഈ വ്യക്തി താഴെ വീഴുമെന്നുള്ളത് പിശാചിനറിയാം. മണ്ടന്മാരായ നമ്മൾ ഹല്ലേലൂയ തിരിച്ചറിയാതെ പലപ്പോഴും പിശാചിൻ്റെ ഈ ആയുധത്തിന് കീഴ്പ്പെടേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. പഴയ പോലെ ഹല്ലേലൂയ ദൈവം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രലോഭനങ്ങളും പരീക്ഷകളും അതിജീവിക്കാൻ കഴിയാതെ ജീവിതത്തിൽ ഇതുപോലെയുള്ള തിക്താനുഭവങ്ങളിലൂടെ നാം കടക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. സോ പവർ ഓഫ് ടെംപ്ടേഷൻ ഈസ് വെരി ഹൈ. ദാറ്റ് ഈസ് വെരി ഹല്ലേലൂയ. അതൊരിക്കലും നമുക്ക് അളക്കാൻ പറ്റത്തില്ല. എന്നാൽ ഹല്ലേലൂയ പലപ്പോഴും നമ്മളിത് തിരിച്ചറിയാതെ ഈ പരീക്ഷയുടെ ശക്തി തിരിച്ചറിയാതെ, ഈ ദോഷത്തിൻ്റെ പരിധി തിരിച്ചറിയാതെ, ഈ ശത്രുവിൻ്റെ ആയുധം തിരിച്ചറിയാതെ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നശിപ്പിക്കാനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതും അത് തന്നെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചിന്തകളിൽ, എൻ്റെ മനോഭാവത്തിൽ, എൻ്റെ നിലവുകളിൽ
ഉണ്ടാകുന്ന പരീക്ഷകളിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ചില തലങ്ങളിൽ ശത്രുവിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ, എൻ്റെ ജീവിതമാണ് തകർക്കപ്പെടുന്നത്. ഇത് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തിരിച്ചറിയണം. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, we may not be always right. ഹല്ലേലൂയ, ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. I am not always right. എൻ്റെ ചില ചിന്തകളിൽ, എൻ്റെ മനോഭാവങ്ങളിൽ, എൻ്റെ നോട്ടങ്ങളിൽ, എൻ്റെ ചിന്തകളിലൊക്കെ കുറവുകൾ വരാം. എന്നാൽ അതിനെ ചൂഷണം ചെയ്യുവാൻ ഒരു ശത്രുവിന് നാം ഇടം കൊടുത്താൽ, അതിനെ ചൂഷണം ചെയ്യാൻ ശത്രുവിന് നാം ഇടം കൊടുത്താൽ നമ്മുടെ ജീവിതത്തിന് സമാധാനം നഷ്ടപ്പെടും. ഹല്ലേലൂയ, നമ്മുടെ ദൈവസന്നിധിയിലുള്ള നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവസന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണം നഷ്ടപ്പെടും, നമ്മുടെ ഭക്തി നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാചിന് നമ്മുടെ സെൻസിറ്റീവ് ഏരിയ ഏതാണെന്ന് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരാൾക്ക് എത്രത്തോളം മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും പിശാചിന് ഇന്ന വ്യക്തിയുടെ വീക്ക് പോയിന്റും സെൻസിറ്റീവായിട്ടുള്ള സ്ഥലം ഇതാണെന്ന് അറിഞ്ഞിട്ട് അവിടെ തന്നെ ഹിറ്റ് ചെയ്യാനായിട്ട് പിശാചിന് നല്ല കഴിവാണ്. പലപ്പോഴും ഇത് തിരിച്ചറിയാതെ, ഇത് മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും പല പ്രശ്നങ്ങളിലും, പല അസമാധാനത്തിലും, പല നിരാശയിലും നമ്മുടെ ജീവിതം അകപ്പെടാറുണ്ട്. അതുകൊണ്ടൊരു വാണിംഗ് എന്ന നിലയിൽ ഹല്ലേലൂയ, ഈ രാത്രി കാലം ഞാൻ വിളിച്ചു പറയുകയാണ്, പിശാചിന് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ, നമ്മുടെ ന്യൂനതകളെ, നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് അതിന് നേരെ പോരടിക്കുവാൻ, അതിന് നേരെ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അവസാനം ആ വാക്കിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ദുഷ്ടനിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? വിടുവിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുതന്നെയാണ്, ഈ പരീക്ഷയിൽ ഞാൻ അകപ്പെട്ടു പോയാൽ ദുഷ്ടൻ എന്നെ പിടിക്കും. ദുഷ്ടനിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം? വിടുവിക്കണം. There is a plea in this temptation to deliver us from the evil. എങ്ങനെ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ പോരാട്ടത്തിൽ നിന്ന് അതിജീവിക്കാനായിട്ട് കഴിയും? വിശുദ്ധ വേദപുസ്തകം പ്രദാനം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മാർഗം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഈ ലോകം വിട്ടു പോയപ്പോൾ കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തു, ഞാൻ പോയി മടങ്ങി വരും. എന്നാൽ ഞാൻ മടങ്ങി വരുവോളം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ അയക്കുന്നു. എ കംഫോർട്ടർ. ഐ ആം സെൻഡിങ് യു എ കംഫോർട്ടർ. ഐ ആം സെൻഡിങ് യു എ ഹെൽപ്പർ ഫോർ യു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ ഗാർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ യാതൊരു ദോഷവും യാതൊരു പരീക്ഷയും നമ്മുടെ നേരെ ആഞ്ഞെടുക്കുകയില്ല. Praise the Lord. So that is a spiritual resource. എന്നാൽ ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്ക് പലപ്പോഴും പലരും വിധേയപ്പെടാത്തത് കൊണ്ട് ജീവിതത്തിൽ ഒത്തിരി പരീക്ഷകളിലൂടെ കടന്നു വരുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി പരീക്ഷകളും നിരാശകളും കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ രാത്രികാലം ഒരു കാര്യം വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ ഒന്ന് പൊതിയണമേ, പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് കവർ ചെയ്യണമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ ഒന്ന് നിയന്ത്രിക്കണമേ എന്ന് ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Let's all pray to God. Hallelujah. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേലൊന്ന് അധിവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയായി, ദൈവമക്കളായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേലൊന്ന് നിറയ്ക്കണമേ. When the power of Holy Spirit is filled upon us, when it is indwelling in our life, നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ശക്തിക്കും നമ്മെ തൊടുവാൻ കഴിയത്തില്ല. No temptation will come to our life, no deceptions will come to your life, no evil can touch your life. നമ്മുടെ ജീവിതത്തെ ഒരു ദുഷ്ടനും തൊടാനായിട്ട് കഴിയുകയില്ല. പലപ്പോഴും ജീവിതത്തിൽ ദുഷ്ടന് കളിപ്പാട്ടമായി നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ട് നിരാശയുടെ ജീവിതം നയിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളുക, rely on that special resource, rely on that significant resource that is none other than the power of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. Praise the Lord. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വന്നോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ വന്നോട്ടെ, പ്രയാസങ്ങൾ വന്നോട്ടെ, ദുരിതങ്ങൾ വന്നോട്ടെ, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കവറിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമ്മെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ യാതൊരു പരീക്ഷകളും എന്നെ തൊടുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ നിരാശപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, വേദനപ്പെട്ട്, രോഗിയായി ഭാരപ്പെടുത്തുന്ന പല പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈ പരീക്ഷകൾ ഒന്നും ഞാൻ താളടിയാകത്തില്ല.
എൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ ഇട്ടുകൊണ്ട് പരീക്ഷിക്കുന്ന പരീക്ഷത്തിൽ ഞാൻ വീഴുകയില്ല. എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ ഞെരുക്കമിട്ടുകൊണ്ട് ഭാരപ്പെടുത്തുന്ന പരീക്ഷയിൽ ഞാൻ വീഴത്തില്ല. ബിക്കോസ് ഐ റിലേ ഓൺ ദി പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ഈ പരീക്ഷകൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയില്ല. യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ നേരിട പരീക്ഷയിലും അത് തന്നെയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പിശാച് തൻ്റെ അടുക്കൽ വന്നിട്ട് പ്രൈസ് ദി ലോർഡ് പല നിലകളിൽ തന്നെ പരീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഉപയോഗിച്ച ടാക്ടിക്സും അത് തന്നെയാണ്. പിശാചിനോട് വേറെ കൺഫ്രണ്ടേഷൻ ഒന്നും പോയില്ല, വാഗ്വാദത്തിനൊന്നും നിന്നില്ല. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ യേശു പിശാചിനോട് എതിർത്ത് നിന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലവിധമായ പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം വന്നാലും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി എത്ര പേർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും? അവർ 2 വാക്ക് അന്യഭാഷ പറയാൻ വേണ്ടി, 2 വാക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാനുള്ള ഒരു എനർജൈസർ അല്ല പരിശുദ്ധാത്മാവ്. അതിനകത്ത് അതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഹേമിക്കണം, പരിശുദ്ധാത്മാവ് നമ്മളിൽ സഹായിക്കണം. അതൊക്കെ ശരി തന്നെ. എന്നാൽ പരിശുദ്ധാത്മാവ് കേവലം 2 അന്യഭാഷ പറയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജന്റ് അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളിലും നമ്മുടെ ജീവിതത്തിലെ വേദനകളിലും നമ്മെ കവർ ചെയ്യാൻ, നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ അവൻ വാഗ്ദത്തം ചെയ്ത ഒരു കംഫർട്ടറാണ്. അവൻ വാഗ്ദത്തം ചെയ്ത ഒരു ഹെൽപ്പറാണ്. അവൻ വാഗ്ദത്തം ചെയ്ത നല്ലൊരു ഉപനിധിയാണ്. അതുകൊണ്ട് അവനെ ആശ്രയിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയാൻ ദൈവസഭയായി നാം ഒരുക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ മേൽ ഒരു പരീക്ഷകനും നമ്മുടെ മേൽ ആഞ്ഞടിക്കാൻ ഇടയാകത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഒരു ദുഷ്ടനും നമ്മുടെ മേൽ ജയം കൊള്ളാൻ ഇടയാകത്തില്ല. നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ ചിന്തകളിലും ഒരു ദുഷ്ടനും കയറി ഇടപെടാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ let the Holy Spirit move among us. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സഞ്ചരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളില്, നമ്മുടെ ശരീരങ്ങളില്, നമ്മുടേതായ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഉണ്ടാകാനായി ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവം, നമ്മെ ഒരിക്കലും തിന്മയിലേക്ക് ഇടാത്ത ദൈവം, ആ ദൈവത്തെ ഒരിക്കലും നമ്മൾ അവിശ്വസിക്കേണ്ട, പരിശുദ്ധാത്മാവിലെന്ന് ആശ്രയിക്കാം. Oh, we praise you, Lord. We worship you, Lord. Hallelujah. Oh, ribaraba shamdaradala rigabalaba shamdaradiaragadane. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവാത്മാവ് വളരെ വ്യക്തമായി ദൈവസഭയോടും വ്യക്തികളോടും ആലോചനയായി പറയുന്നത് പരിശുദ്ധാത്മാവിന് ഈൽഡ് ചെയ്യപ്പെടുക, പരിശുദ്ധാത്മാവിന് വേണ്ടി വിധേയപ്പെടുക, ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി വിധേയപ്പെടുക. നമ്മളെ ഒരു പരീക്ഷയിലും അവൻ നമ്മെ കടത്തി വിടുകയില്ല. ഒരു ദുഷ്ടന്റെ മേലും നമ്മുടെ മേൽ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ തലത്തിൽ, ഭൗതിക തലത്തിൽ ദുഷ്ടന് പലപ്പോഴും ക്രിയ ചെയ്യാനായി നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ ചിന്തകളും അനുവദിക്കപ്പെടുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മൾ ബലഹീനമായിക്കൊണ്ടിരിക്കുകയാണ്. നാം അറിയാതെ തന്നെ നാം നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം അറിയാതെ തന്നെ നാം വേദനയിലേക്ക് കടക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ മേലൊന്ന് നിഴലിടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്ക് എന്നിലൊന്ന് വ്യാപരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എൻ്റെ മേൽ ഒരു പരീക്ഷയും ഉണ്ടാകുകയില്ല. അങ്ങനെയെങ്കിൽ ഒരു പരീക്ഷയിലും കടക്കാതെ വണ്ണം അവൻ നമ്മെ സൂക്ഷിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, എൻ്റെ മനോഭാവങ്ങളിൽ, എൻ്റെ ചിന്തകളിൽ പലപ്പോഴും പരീക്ഷകന് അവസരമിട്ട് കൊടുക്കുന്ന
ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും പരീക്ഷകൾക്ക് അവസരം ഇട്ടുകൊടുക്കപ്പെടുന്നതായ എൻ്റെ ജീവിത തലങ്ങളെ, എൻ്റെ വീക്ക്നെസ്സിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവേ. എൻ്റെ ബലഹീനത ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഹല്ലേലൂയ. എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് എനിക്കറിയാം കർത്താവേ. ഞാൻ ആ വീക്ക്നെസ്സിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അതിനെ ഒന്ന് കവർ ചെയ്യണമേ, പരിശുദ്ധാത്മാവ് അതിനെ ഒന്ന് ഗാർഡ് ചെയ്യണമേ എന്ന് ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി എത്ര പേർക്ക് ഇന്ന് രാത്രികാലം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായി കഴിയും? നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? ഒരു നിമിഷം കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് മുമ്പാകെ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ വേറെ പറയാൻ ഞാൻ തയ്യാറായി വന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അതൊന്നും പറയിക്കാനായിട്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പ്രേരിപ്പിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ നോട്ടുകളൊക്കെ മാറ്റിവെച്ചു. ഹല്ലേലൂയ. ഞാൻ കുറിച്ച് വെച്ച ചില കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ ശക്തിക്കായി നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ, ദൈവം നമ്മെ ശക്തീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ ഒന്ന് പണിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ ഒന്ന് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുപക്ഷെ നീ ഒരു രോഗിയായിരിക്കാം, ഒരുപക്ഷെ നീ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ നീ നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, ആ പരീക്ഷകളൊന്നും നിന്നെ തകർക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിന്നെ കവർ ചെയ്യുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതം എപ്പോഴും ഹല്ലേലൂയ പലവിധമായ പരീക്ഷകളിലൂടെ കടക്കേണ്ടി വരുമെന്ന് മുന്നറിഞ്ഞുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടത് ഹല്ലേലൂയ, പരീക്ഷയിൽ കടക്കാതെ എന്നെ വിടുവിക്കണമേ, ദുഷ്ടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ഈ പരീക്ഷകളെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഹല്ലേലൂയ, ജഡരക്തങ്ങളോടല്ല ഹല്ലേലൂയ നമ്മുടെ പ്രയാസങ്ങളുള്ളത്, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ഹല്ലേലൂയ, നമുക്ക് പോരാട്ടമുള്ളത് ഹല്ലേലൂയ ജഡരക്തങ്ങളോടല്ല, നമ്മുടെ സഹോദരങ്ങളോടല്ല. ഹല്ലേലൂയ, നമുക്ക് പോരാട്ടമുള്ളത് ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ചില വാഴ്ചകളോടാണ്, ചില ദുഷ്ടശക്തികളോടാണ്. അതിനെ എതിർക്കാനായി കർത്താവേ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡരക്തങ്ങൾ തമ്മിലല്ല, വാഴ്ചകൾക്കെതിരെ ശക്തമായി പോരാടാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വം, എല്ലാ പുകഴ്ചയും തിരുമേനിക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവ്. ഓരോ ദിവസവും ഹല്ലേലൂയ കാഴ്ചപ്പാടിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം ഒരിക്കലും ഹല്ലേലൂയ ഈ വാഴ്ചകൾക്കെതിരെ ഹല്ലേലൂയ താളടിയാകാൻ, അടിയറ വെക്കാനല്ല, ഹല്ലേലൂയ വാഴ്ചകൾക്കെതിരെ പോരടിക്കുവാൻ, വാഴ്ചകൾക്കെതിരെ പോരാട്ടം നടത്താനുള്ളതാണ് ഞങ്ങളുടെ ജീവിതം. ഒരിക്കലും ജഡരക്തങ്ങളോടുള്ള പോരാട്ടമായി തീരാനല്ല, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കുമെതിരെ, ഈ സ്വർലോകത്തിൻ്റെ സകല അധികാരങ്ങൾക്കെതിരെ നിൽക്കാനുള്ളതാകയാൽ അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണം, സഹായിക്കണം, കൃപയിൽ ഞങ്ങളെ പൊതിയണം. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.